ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, ഇന്ന് 31 തീയതി മെയ് മാസത്തിൻ്റെ അവസാനത്തെ ദിവസം. ഇന്ന് നിങ്ങളെല്ലാവരും വണക്കമാസം കാലം കൂടും. ഒന്നുകിൽ നിങ്ങളുടെ കപ്പേളയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടവകപ്പള്ളിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഭവനത്തിൽ. നമുക്ക് ഇന്നോർക്കാം, ഈ 30 ദിവസവും ഇങ്ങനെ വണക്കമാസം വായിക്കാനുള്ള ആരോഗ്യം എനിക്ക് തന്നതിന് കോടാനുകോടി നന്ദിയും സ്തുതിയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്. പിതാ, പുത്ര, പവിത്രാത്മന്, പരിശുദ്ധ തൃത്വത്തിന് അളവില്ലാത്ത ആരാധനകൾ സമർപ്പിച്ചുകൊണ്ട് 31 തീയതിയിലെ വണക്കമാസം നമുക്ക് വായിക്കാം. നമ്മെ ദൈവമാതാവിന് സമർപ്പിക്കുക. ഒന്നാമത് ഈ സമർപ്പണത്തിൻ്റെ ക്രമം, രണ്ടാമത് ഇതിൻ്റെ കടമകൾ, മൂന്നാമത് ഇതുകൊണ്ടുള്ള പ്രയോജനം. ആദ്യം, നമ്മെ ദൈവമാതാവിന് സമർപ്പിക്കുന്നത് കൊണ്ട് ഈ നാഥയ്ക്ക് സന്തോഷവും നമുക്ക് പ്രയോജനവും ഉണ്ടാകണമെങ്കിൽ പരമാർത്ഥതയോടും നിഷ്കളങ്കതയോടും സ്ഥിരതയോടും കൂടെ ഇത് ചെയ്യേണ്ടിയിരിക്കുന്നു. സ്വർഗരാജ്ഞിക്ക് നമ്മെ സമർപ്പിക്കുമ്പോൾ ഹൃദയപൂർവമായ സ്നേഹവും ഭക്തി വണക്കങ്ങളുമാണ് നാം പ്രദർശിപ്പിക്കേണ്ടത്. നാവിൽ നിന്ന് വരുന്നത് കൊണ്ട് മാത്രം നാം തൃപ്തിപ്പെടരുത്. പിന്നെയോ നമ്മുടെ ഓർമ്മ, ബുദ്ധി, മനസ്സ്, ശരീരസുഖം, വചനം, ക്രിയ എന്നുവേണ്ട നമുക്കുള്ളതെല്ലാം ഒന്നൊഴിയാതെ നമ്മുടെ നാഥയും രാജ്ഞിയുമായ ദൈവമാതാവിനെ സമർപ്പിക്കണം. ഈ സമർപ്പണത്തിൻ്റെ ശേഷം അതിൽ നിന്ന് പിന്മാറാതെ ഈ അമ്മയുടെ മക്കളെപ്പോലെയും പ്രജകളെപ്പോലെയും ശുശ്രൂഷകരെപ്പോലെയും അടിമകളെപ്പോലെയും വിചാരിച്ച് നമ്മെ എപ്പോഴും ഭരിച്ച് നടത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടതാകുന്നു. ദിവ്യമാതാവെ, അങ്ങേക്കും അങ്ങേ തിരുക്കുമാരനും സമർപ്പിക്കപ്പെട്ടവരായി ജീവിതം കഴിക്കുന്നത് എത്രയോ മഹനീയമാകുന്നു. രണ്ടാമത്, നമ്മെ ദൈവമാതാവിന് സമർപ്പിക്കുമ്പോൾ തന്മൂലമുണ്ടാകുന്ന കടമകളെ വിസ്മരിച്ച് കളയരുത്. നാം പരലോകരാജ്ഞിയുടെ മക്കളും ശുശ്രൂഷികളുമായിരിക്കുന്നതിനാൽ നമ്മുടെ ജീവിതകാലമൊക്കെയും ദൈവമാതാവിനെ തക്ക ഭക്തി വണക്കങ്ങളോടുകൂടെ സേവിക്കണം. അവിടുത്തെ സഹായം എപ്പോഴും അപേക്ഷിക്കണം. എല്ലായിടങ്ങളിലും ഈ നാഥയുടെ മഹത്വവും ഉന്നതിയും പ്രസിദ്ധപ്പെടുത്തുന്നതിന് യഥാശക്തി ശ്രമിക്കണം. എല്ലാവരും ഈ നാഥയ്ക്ക് പരികർമ്മം ചെയ്ത് കാണുവാൻ താൽപ്പര്യപ്പെടണം. ഈ അമ്മയുടെ പുണ്യമാതൃകകളെ കണ്ടുപഠിച്ച് അതിനൊത്ത് ജീവിക്കണം. ഇവയെല്ലാമാണ് പ്രധാന കടമകൾ. മൂന്നാമത്, നമ്മെ ദൈവമാതാവിന് സമർപ്പിക്കുന്നതിൽ നിന്നുളവാകുന്ന പ്രയോജനത്തെക്കുറിച്ച് ഒരു ഭക്തൻ താഴെ കാണും പ്രകാരം പ്രസ്താവിക്കുന്നു. ദൈവമാതാവിനോടുള്ള ഭക്തി നിരൂപണയിലും വചനത്തിലും അടങ്ങാത്ത നന്മകളെ പരത്തുമെന്നതിന് സന്ദേഹമില്ല. ഈ രാജ്ഞിയിൽ നിന്ന് ദരിദ്രർ ധനത്തെയും, രോഗികൾ ഔഷധത്തെയും, അജ്ഞന്മാർ ജ്ഞാനത്തെയും, ദുർബലർ ശക്തിയെയും, ദുഃഖിതർ സന്തോഷത്തെയും, പീഡിതർ ആശ്വാസത്തെയും, യുദ്ധങ്ങളിൽ ഉൾപ്പെടുന്നവർ സമാധാനത്തെയും, പാപികൾ മാനസാന്തരത്തെയും, നല്ലവർ പുണ്യസ്ഥിരതയെയും, ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന ആത്മാക്കൾ വിമോചനത്തെയും കൈക്കൊള്ളുന്നു. ഈ നാഥയുടെ നന്മ കൈക്കൊള്ളാത്തവരായി ആരുമില്ല. ഭൂമിയെല്ലാം ആ മാതാവിൻ്റെ കൃപ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ രാജ്ഞിയുടെ കറകൂടാത്ത ഹൃദയം ഈശോയുടെ തിരുഹൃദയം കഴിഞ്ഞാൽ ഏറ്റവും വിലയേറിയതും പരിശുദ്ധമായതും വിനയമുള്ളതും കൃപയുള്ളതുമാകയാൽ സകല ദേവദൂതന്മാരെയും മോക്ഷവാസികളെയും കാൾ അധിക മഹിമയുള്ളതും നമ്മെ കാത്തു സഹായിക്കുന്നതിന് ഏറ്റവും ചാച്ചിലുള്ളതുമാകും. ഈ കൃപയുള്ള ഹൃദയത്തിൽ നിന്നും ഒരു വറ്റാത്ത ഉറവയിൽ നിന്നെന്ന പോലെ എണ്ണമില്ലാത്ത നന്മകൾ എല്ലാ മനുഷ്യരുടെ മേലും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു വ്യത്യാസവും കൂടാതെ എല്ലാവരുടെ മേലും നന്മ വർഷിച്ചു കൊണ്ടിരിക്കുന്ന സ്വർഗരാജ്ഞി തങ്ങളെ അവിടത്തേക്ക് സമർപ്പിക്കുന്നവർക്ക് നൽകുന്ന നന്മകൾ എത്ര അധികമായിരിക്കും. ദൃഷ്ടാന്തം, ദൈവമാതാവിൻ്റെ വിശേഷ കൃപയാൽ അൽഫോൻസ് ഇരാത്തിസ്പോൻ മനസ്സ് തിരിഞ്ഞ വർത്തമാനം സുപ്രസിദ്ധമാണല്ലോ. യൂദവംശജനായ ഇയാൾ വളരെ മതതീക്ഷ്ണതയുള്ളവനായിരുന്നു. ജ്യേഷ്ഠൻ ക്രിസ്തുവേദത്തിൽ ചേർന്ന് പുരോഹിതനായത് നിമിത്തം അൽഫോൻസ് ഇരാത്തിസ്പോൻ രോഷാകുലനായി. എങ്കിലും ജ്യേഷ്ഠനും ദൈവമാതാവിൻ്റെ തിരുഹൃദയ സഭക്കാരെല്ലാവരും അയാൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിച്ചു കൊണ്ടുവന്നു. കുറേ നാൾ കഴിഞ്ഞ് അയാൾ ദേശാടനത്തിനായി പുറപ്പെട്ടു. റോമാപുരിയിൽ ചെന്നു ചേർന്നു. അവിടെ വെച്ച് തനിക്ക് പരിചിതനും ഭക്തനുമായൊരു പ്രഭുവിൻ്റെ പക്കൽ പോകുവാനിടയായി.
അപ്പോൾ അദ്ദേഹം അയാളുടെ ദൈവദൂഷണങ്ങളും നിന്ദ്യങ്ങളുമായ വാക്കുകൾ ക്ഷമാപൂർവം കേട്ട് സഹിച്ചുകൊണ്ട്, നിങ്ങൾ പറഞ്ഞതൊക്കെയും ഇരിക്കട്ടെ, എന്നാൽ കപടതയും വഞ്ചനയും ഇല്ലാതെ ഒരു പരീക്ഷണം ചെയ്യുന്നതിന് സമ്മതമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതെന്തെന്ന് അയാൾ തിരക്കി. ഞാൻ നിങ്ങൾക്ക് തരാനിരിക്കുന്ന ദൈവമാതാവിൻ്റെ രൂപം കഴുത്തിൽ ധരിച്ചുകൊണ്ടിരിക്കണം എന്ന് പ്രഭു പറഞ്ഞു. യൂദനാകട്ടെ അത് കേട്ട് പരിഹസിച്ച് ദുഷിച്ചുകൊണ്ട് വിരോധം പറഞ്ഞു. എങ്കിലും രൂപം വാങ്ങിപ്പാൻ തക്കവണ്ണം പ്രഭു അവന് ഒരു പ്രകാരത്തിൽ സമ്മതം വരുത്തി. മാത്രമല്ല, ദിനം പ്രതി വിശുദ്ധ ബർന്നർദോസിൻ്റെ ജപം കാലത്തും വൈകിട്ടും ജപിപ്പാൻ തക്കവണ്ണം പറഞ്ഞു സമ്മതിപ്പിക്കുകയും ചെയ്തു. 2-3 ദിവസം കഴിഞ്ഞ് അയാൾ പ്രഭുവിനോടുകൂടെ വിശുദ്ധ അന്ത്രയോസിൻ്റെ ദേവാലയത്തിൽ പ്രവേശിച്ച് അതിലുള്ള രൂപങ്ങളെയും മറ്റും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മോക്ഷത്തിൽ നിന്നൊരു മഹാപ്രകാശമുണ്ടായി. യൂദൻ്റെ മനസ്സിൽ ആത്മീയ ദീപം പ്രകാശിപ്പിക്കാൻ സർവേശ്വരൻ തിരുമനസ്സായതിനാൽ അയാൾ ഈ മഹാപ്രകാശം കാണുകയും ഉടൻ തന്നെ മനസ്സു തിരിഞ്ഞ് ആനന്ദപരവശനായി പീഠത്തിന് മുമ്പാകെ സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് നദീജലം പോലെ കണ്ണുനീർ ഒലിപ്പിച്ചുകൊണ്ട് നിലത്ത് കിടന്ന് വലിയ മനസ്താപത്തോടുകൂടെ കരയുകയും ചെയ്തു. അതിനിടയിൽ കാര്യവശാൽ പുറത്തു പോയിരുന്ന പ്രഭു ദേവാലയത്തിലെത്തിയപ്പോൾ യൂദൻ പീഠത്തിന് മുമ്പാകെ കിടന്നു കരയുന്നത് കണ്ട് വിസ്മയിച്ചു. അയാളെ എഴുന്നേൽപ്പിച്ച് കാരണം ചോദിച്ചു. അപ്പോൾ യൂദൻ, ദൈവമാതാവിൻ്റെ തിരുഹൃദയ സഭക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എന്നെ നിങ്ങൾ എവിടെ കൂട്ടിക്കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുവോ അവിടെ എന്നെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ കണ്ട കാഴ്ച എന്താണ് എന്ന് ചോദിക്കയിൽ അയാൾ കഴുത്തിൽ ധരിച്ചിരുന്ന ദൈവമാതാവിൻ്റെ തിരുസ്വരൂപം എടുത്ത് മുത്തിയിട്ട് അതിൽ കണ്ണുനീർ വീഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, ഹോ, സർവേശ്വരൻ എത്രയോ നല്ലവനാണ്. അവിടുന്ന് മഹാകാരുണ്യവാനാകയാൽ ഏറ്റവും വലിയ പാപിയായ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ ഹൃദയത്തിൽ തൻ്റെ വരപ്രസാദ ജലം ഒഴുക്കുകയും ഞാനിപ്പോൾ മഹാഭാഗ്യവാനായി തീർന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്രകാരമുള്ള കൃപാസ്വരൂപിയെ അറിയാതിരിക്കുന്നവൻ എത്രയോ നിർഭാഗ്യരാണ്. ഇതിൻ്റെ ശേഷം യൂദൻ വീണ്ടും നെഞ്ചിൽ പിഴയടിച്ചുകൊണ്ട്, എനിക്ക് വേഗത്തിൽ മാമോദിസ കൈക്കൊള്ളണം, പട്ടക്കാരൻ്റെ പക്കൽ എന്നെ വേഗത്തിൽ കൊണ്ടുപോകണമെന്ന് അപേക്ഷിച്ചു. പട്ടക്കാരൻ്റെ അടുക്കൽ ചെന്ന ഉടനെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് കഴുത്തിലിട്ടിരുന്ന ദൈവമാതാവിൻ്റെ സ്വരൂപമെടുത്ത് കാണിച്ച് സന്തോഷഭരിതനായി, ഈ മാതാവിനെ ഞാൻ കണ്ടു എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. തൻ്റെ മനസ്സന്തോഷത്തെ കുറേ നേരം അടക്കിയതിന് ശേഷം വീണ്ടും താഴെ വരുന്ന പ്രകാരം പറഞ്ഞു, അച്ചോ, ഞാൻ ഈ ദേവാലയത്തിൽ പ്രവേശിച്ച് അതിലുള്ള വസ്തുക്കൾ നോക്കിക്കൊണ്ടിരിക്കയിൽ പെട്ടെന്ന് ഭയാക്രാന്തനായി ഉടനെ ഞാൻ കണ്ണുകൾ ഉയർത്തി നോക്കുകയും അപ്പോൾ ദേവാലയം മുഴുവനും ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നുകയും ചെയ്തു. അതിൻ്റെ ശേഷം വിശുദ്ധ മിഖായേൽ എന്ന മുഖ്യ ദൈവദൂതൻ്റെ പീഠത്തിൽ മാത്രം മഹത്തായൊരു പ്രകാശവും അതിൻ്റെ മധ്യത്തിൽ മഹാപ്രതാപശാലിനിയായും കരുണാസമ്പൂർണയായും പരിശുദ്ധ കന്യകാമറിയം ഈ സ്വരൂപത്തിൽ കാണുന്ന പ്രകാരം എനിക്ക് കാണാറായി. ആ മാതാവ് എന്നെ നോക്കി അല്പം തല ചായ്ച്ച് എന്നോടൊന്നും പറയാതെ തൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ മനസ്സിൽ സത്യവേദ രഹസ്യങ്ങളെ ധരിപ്പിച്ചു. ഇപ്രകാരം ഈ മൂർഖയൂദൻ മനസ്സ് തിരിഞ്ഞ് ഒരു പുസ്തകം പോലും വായിക്കാതെയും യാതൊരു തൻ്റെ പക്കൽ നിന്ന് പഠിക്കാതെയും ക്ഷണനേരത്തിൽ വേദസത്യങ്ങൾ അത്ഭുതമായി ഗ്രഹിച്ച് അവയെ പൂർണ്ണ മനസ്സോടുകൂടെ കൈക്കൊള്ളുകയും താൻ അല്പനേരത്തിന് മുമ്പ് വരെ നിന്ദിച്ച് ദുഷിച്ചു വന്ന വേദം സത്യമെന്നുറച്ച് മാമോദിസ കൈക്കൊള്ളുകയും ലൗകിക ഭാഗ്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഒരു സന്യാസ സഭയിൽ പ്രവേശിക്കുകയും ചെയ്തു. ക്രിസ്ത്യാനികളെ, മേൽപ്പറഞ്ഞ സംഭവത്തിൽ നിന്ന് ദൈവമാതാവിൻ്റെ വല്ലഭത്വവും കൃപയും അളവില്ലാത്തതാണെന്ന് ഗ്രഹിക്കാമല്ലോ. ജപം. ദൈവസ്നേഹത്തിൻ്റെ മാതാവേ, അങ്ങേ തിരുക്കുമാരനായ ഈശോ മിശിഹ തൻ്റെ പിതാവിൻ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥനായിട്ട് പ്രാർത്ഥിക്കുന്നത് പോലെ അങ്ങേക്ക് കിട്ടിയിരിക്കുന്ന വരത്താൽ ഈശോയുടെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അങ്ങ് പ്രത്യേകമായി നിയമിക്കപ്പെട്ടിരിക്കുന്നവളാണല്ലോ. അങ്ങേ ദിവ്യപുത്രൻ അങ്ങേ പ്രാർത്ഥനയെ തള്ളാത്തത് കൊണ്ട് അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. അതുകൊണ്ട് നിർഭാഗ്യരായ ഞങ്ങൾ അങ്ങേപ്പക്കൽ ഓടി വരുന്നു. അങ്ങേ സഹായം ലഭിക്കുന്നവർ നശിച്ചു പോകുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം. ആകയാൽ അങ്ങ് ഞങ്ങളെ സഹായിച്ച് കാത്തുകൊള്ളുമെങ്കിൽ ഭാഗ്യമരണം പ്രാപിക്കുന്നതിന് അത് മതിയായിരിക്കുന്നു. ശുദ്ധ ബർന്നർദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ചത്. ജപം.
എത്രയും ദയുള്ള മാതാവേ, നിൻ്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിൻ്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിൻ്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ. കന്യാവൃതക്കാരുടെ രാജ്ഞിയായ കന്യകെ, ദയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിൻ്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിൻ്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിൻ്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടല്ലണമേ. ആമേൻ. ഈശോ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതം ഇതാ, നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേലരിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. 3 പ്രാവശ്യ ജപം. 3 സ്വർഗസ്ഥനായ പിതാവേ, 3 നന്മ നിറഞ്ഞ മറിയമേ, 3 തൃത്വസ്തുതി ചൊല്ലാം. ദൈവമാതാവിൻ്റെ ലുത്തിനിയെ ചൊല്ലാം. രാജകന്യക എന്ന ജപം നമുക്കൊരുമിച്ച് ചൊല്ലാം. രാജകന്യകയെ, മനോഗണത്തിൻ്റെ അമ്മേ, നിനക്ക് സുസ്തി. ഞങ്ങളുടെ ആയുസ്സും മനോഗണവും മാധുര്യവും ശരണവും ആശ്രയവുമേ നിനക്ക് സുസ്തി. അലസിഭാഗപ്പെട്ട് നടക്കുന്ന ഹാവായുടെ മക്കളായ ഞങ്ങൾ നിന്നെ വിളിക്കുന്നു, കരയുന്നു. ഈ സ്ഥലത്തിൽ നുഴന്നു കരഞ്ഞുകൊണ്ട് നിൻ്റെ പക്കൽ നെടുവീർപ്പിടുന്നു. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന അമ്മേ, മനോഗണമുള്ള നിൻ്റെ ശുദ്ധ കണ്ണുകൾ കൊണ്ട് ഞങ്ങളെ വിരവിൽ തിരിഞ്ഞു നോക്കണമേ. വിശേഷിച്ച് ഈ അലസിഭാഗം കടന്നതിൻ്റെ ശേഷം ശുദ്ധമായ നിൻ്റെ വയറ്റിൻ്റെ വാഴ്ത്തപ്പെട്ട ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാട്ടണമേ. അയ്യോ, കനിവും മനോഗണവും മാധുര്യവും ശരണവും ആശ്രയവും ആകുന്ന നീ എപ്പോഴും കന്യാസ്ത്രീ മറിയമേ. ആമീൻ. പരിശുദ്ധ മാതാവിനുള്ള അപേക്ഷ. ഓരോ അപേക്ഷയ്ക്കും ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലണം. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, സത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, നിൻ്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇന്നത്തെ സുഹൃത ജപം. ദൈവജനത്തിന് മാതാവായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവജനത്തിന് മാതാവായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവജനത്തിന് മാതാവായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ദൈവമാതാവിന് നമ്മളെ തന്നെ നമുക്ക് കാഴ്ച കൊടുക്കാം. അമ്മേ മേരി മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി തിരുസുതൻ്റെ അടുത്ത് എപ്പോഴും മാധ്യസ്ഥം വഹിക്കുന്ന അമ്മേ, ഇടവിടാതെ ഞങ്ങളെ നിരൂപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഉപകാരങ്ങൾ ചെയ്യാൻ കാത്തിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ മറക്കുന്നതെങ്ങനെ? പരിശുദ്ധ മറിയമേ, ഈ നാൾ തുടങ്ങി ഞങ്ങളുടെ മരണപര്യന്തം അങ്ങേ മക്കളായിട്ടും ശുശ്രൂഷകരായിട്ട് അടിമകളായിട്ടും ഞങ്ങൾ ജീവിക്കുന്നുണ്ട്. അങ്ങേ ഭരണത്തിന് കീഴെ ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് എത്രയോ ഭാഗ്യം. കണ്ണുനീരിൻ്റെ ഉറവയായ ഈ സ്ഥലത്തിൽ നിന്ന് അങ്ങയെ നോക്കി പ്രലപിച്ചുകൊണ്ട് അങ്ങേ സഹായം ഞങ്ങൾ ഇരക്കുന്നു. ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ആപത്തുകളെയും ഞങ്ങളുടെ ശത്രുക്കളുടെ ക്രൂരതയെയും തീർക്കാൻ പാർക്കണമേ. ഞങ്ങളുടെ മേൽ അലിവായി ഞങ്ങൾക്ക് വേണ്ടി സർവേശ്വരൻ്റെ പക്കൽ പ്രാർത്ഥിച്ച് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. സകല നന്മയും കൃപയും നിറഞ്ഞ മാതാവേ, അങ്ങേക്ക് കാഴ്ചവെക്കപ്പെട്ട ഞങ്ങളെ സഹായിച്ച് കാത്തുകൊള്ളണമേ. ഞങ്ങൾക്ക് വരാനിരിക്കുന്ന തിന്മകളെ നീക്കി ഞങ്ങളുടെ കഠിന ശത്രുക്കളെ മുറിപ്പെടുത്തണമേ. ഞങ്ങളുടെ ബലഹീനതയെ നീക്കി സ്ഥിരപ്പെടുത്തണമേ. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിച്ചിരിക്കും വരെയും ഞങ്ങളെ കൈവിടാതെ കൊടുങ്കാറ്റിൻ്റെ ആധിക്യത്താൽ ക്ഷോഭിച്ച സമുദ്രത്തെ പോലെയുള്ള ഈ ലോകത്തിൽ ഞങ്ങളെ നാശം കൂടാതെ നടത്തി അങ്ങയോടുകൂടെ സകല ഭാഗ്യങ്ങളും പ്രാപിക്കും വരെയും ഞങ്ങളുടെ അമ്മേ, ഞങ്ങളെ കൈവിടരുതേ. പരിശുദ്ധ അമ്മേ, മെയ് മാസറാണി, ദൈവമാതാവേ, അങ്ങയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നിജ്വാലയിലേക്ക് ഞങ്ങളെ മുഴുവനായും ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ഞങ്ങളിപ്പോൾ കാഴ്ചവെക്കുന്നു. ആമേൻ. ഈശോ. പാണികൾ കൂപ്പി പാടിയിടും നമ്മേ, നിൻ സ്തുതി ഗീതങ്ങൾ ഞങ്ങൾ. പാണികൾ കൂപ്പി പാടിയിടും നമ്മേ, നിൻ സ്തുതി ഗീതങ്ങൾ ഞങ്ങൾ. വെണ്ണിലാവോളം വെല്ലുന്ന കാന്തി തങ്കക്കതിരാൽ വിതറി, മിന്നുന്ന താര പൊന്മൂടി ചൂടി വിണ്ണിലെ റാണിയായമ്മേ.
പാണികൾ കൂപ്പി പാടിയിടും നമ്മെ നിൻ സ്തുതിഗീതങ്ങൾ ഞങ്ങൾ. ലോലവിമലാളനയാലേ നിൻ സ്നേഹപുത്രരെയമ്മേ നേർവഴി കാട്ടി കൂരിരുൾ നീക്കി വേദന പുഞ്ചിരിയാക്കൂ. പാണികൾ കൂപ്പി പാടിയിടും നമ്മെ നിൻ സ്തുതിഗീതങ്ങൾ ഞങ്ങൾ. പാപികൾ ഞങ്ങൾ ലോകസുഖങ്ങളിൽ ആവോളം മേളിച്ചു പോയി. വന്നിടും നമ്മെ കൊന്തയുമേന്തി ചിന്തുന്ന കണ്ണീരുമായി. പാണികൾ കൂപ്പി പാടിയിടും നമ്മെ നിൻ സ്തുതിഗീതങ്ങൾ ഞങ്ങൾ. പാണികൾ കൂപ്പി പാടിയിടും നമ്മെ നിൻ സ്തുതിഗീതങ്ങൾ ഞങ്ങൾ.